ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ, അതായത് ആവിയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ എണ്ണ, ഓയിൽ, ബട്ടർ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വെറും 4 ചേരുവ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻ ഓൺ ആയാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ 3 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവണം, നമ്മൾ ഫ്രിഡ്ജിലുള്ള മുട്ടയാവരുത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളൊരു മുട്ടയായിരിക്കണം. ഇനി നമുക്കിതിൻ്റെ കൂടെ 60 ഗ്രാംസ്, അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്യുന്നതിന് നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതൊന്ന് നന്നായിട്ട് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. വേഗത്തിൽ നമുക്ക് ഈ മുട്ട ഒന്ന് പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം തിളച്ച വെള്ളമല്ല, എന്നാൽ കുറച്ച് നല്ല ചൂടുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ പാത്രം ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ എളുപ്പത്തിൽ പതഞ്ഞ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമുക്ക് വേണ്ടുന്ന ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി വരും. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇലക്ട്രിക് മിക്സർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് അധികം ടൈം ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 4 മിനിറ്റ് ഇപ്പം ബീറ്റ് ചെയ്യുന്നുണ്ട്. 4 മിനിറ്റ് ആയപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് വേണ്ടുന്നൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് പാകം അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ്ക് കൊണ്ട് ഇങ്ങനെ മേലോട്ടേക്ക് പൊക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു ഷേപ്പ് അവിടെ തന്നെ ഉണ്ടാവണം. ഈ വിസ്കിനെ കൊണ്ട് ഒരു ഷേപ്പ് നമ്മൾ ആ ബാറ്ററിൽ വരയ്ക്കുവാണെങ്കിൽ ആ ഷേപ്പ് അവിടെ തന്നെ ഉണ്ടാവണം. അതാണ് നമ്മുടെ കറക്റ്റ് പാകം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാനില എസൻസ് ചേർക്കണം എന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്കിനി ഈ പാത്രം ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ, അതായത് ഒരു 60 ഗ്രാം മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശെയായിട്ട് ഓരോരോ ബാച്ചായിട്ടാണ്. ഒറ്റ പ്രാവശ്യം തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാൻ പാടില്ല. 4-5 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് മെല്ലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യവും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് അരിച്ച് വെച്ച മൈദപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിച്ച് ചേർക്കാത്തത്. നമുക്കിത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് കെയർഫുള്ളായിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ പതഞ്ഞ് വന്നേക്കുന്ന ഈ മുട്ട തന്നെയാണ് നമ്മുടെ സ്പോഞ്ച് കേക്കിന് ആ ഒരു സ്പോഞ്ചി ടെക്സ്ചർ കൊടുക്കുന്നത്. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് ഇതിൽ നമ്മൾ പൊങ്ങി വന്നേക്കുന്ന ഈ മുട്ട നമ്മൾ ഡീഫ്ലേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കെയർഫുള്ളായിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മൈദപ്പൊടിയും മുട്ടയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബേക്കിംഗ് പാനാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ആദ്യം കുറച്ച് ബട്ടർ പുരട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിക്കാം. ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തോട്ട് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്രാവശ്യം നമുക്ക് ടേബിളിലൊന്ന് കൊട്ടിയെടുക്കാം. ഇത് നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവി വന്ന് തുടങ്ങാറാകുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കേക്ക് പാന് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം ഒരിക്കലും ഹൈ ആവാൻ പാടില്ല. എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എന്നാലും അതേ നല്ല കറക്റ്റിന് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വിണ്ടു പോകും നടുവെന്ന്. ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. 20-25 മിനിറ്റ് മതിയാകും. 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ കേക്ക് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും.
കേക്കിൻ്റെ ട്രേ ഒന്ന് പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്കിംഗ് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. ബട്ടർ പേപ്പറൊക്കെ മെല്ലെ റിമൂവ് ചെയ്യാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഇപ്പോൾ എടുത്തേക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബേസ് കേക്കായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാനില കേക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പിയിൽ മൈദപ്പൊടിയുടെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്താൽ മതിയാകും. നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ചായക്ക്, ഈവനിങ് ടീ ടൈം സ്നാക്കായിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പാകമാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മാത്രം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.